നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റെർലിംഗ് മെറ്റൽസ്. 20 കൊല്ലത്തോളായി 15 കൊല്ലത്തോളായി സ്ഥാപനം നടക്കുന്നുണ്ട് ഇവിടെ. ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു എറണാകുളത്ത്. അവിടെ നിന്ന് നാട്ടിൽ നിൽക്കുമ്പോൾ നാട്ടിലെന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണ്ടേ, അതിനുവേണ്ടി ഈ സ്റ്റീൽ ഫാബ്രിക്കേഷൻ അറിയാലോ, അതുകൊണ്ടത് തിരഞ്ഞെടുത്തു. ഒരുപാട് മാറ്റങ്ങളുണ്ട് സ്റ്റീൽ ഫാബ്രിക്കേഷൻ മേഖലയിൽ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ തുടക്കത്തിൽ വരുമ്പോൾ ഫസ്റ്റ് കാസ്റ്റ് അയണും ഇരുമ്പൊക്കെ ആയിരുന്നു ആദ്യം. ആ വർക്ക് മാറി അതിലിങ്ങനെ അതിന്റെ പെയിന്റിങ് റീപെയിന്റിങ് ഒക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അത് സ്റ്റീലിക്ക് കൺവെർട്ടഡ് ആയി മാറിയതാണ് ആ സമയത്ത്. പിന്നെ സ്റ്റീലായി, അതിന് റീപോളിഷിങ് അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത നല്ല ലൈഫ് കിട്ടും, ലോങ് ലാസ്റ്റ് ചെയ്യും. സ്റ്റീലിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് അതിങ്ങനെ മാറി വന്നത്. അങ്ങനെ ഓരോന്നോരോന്നും പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കില്ല ആൾക്കാർ. സ്റ്റീലിന്റെ എല്ലാവിധ ഹാൻഡ് റെയിലുകളും, ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലുകൾ, ചാരുപടി, സ്റ്റീലിന്റെ ചാരുപടികൾ, ഫുൾ സെറ്റ് സീറ്റിംഗ് ഏരിയ, പിന്നെ അതുമാതിരി ചെറിയ ചെറിയ ഫർണിച്ചറുകൾ, ഔട്ട്സൈഡ് ബാൽക്കണി ഏരിയാസ്, അങ്ങനെ സ്റ്റീലും മെറ്റലും എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് മെറ്റീരിയലാണോ അവിടെ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള എല്ലാം ചെയ്യുന്നു. സ്റ്റീൽ എന്ന് പറയുന്ന സംഭവത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. സ്റ്റീല് വീണ്ടും അതിലൊരു റീവർക്ക് ചെയ്ത സാധനത്തിന്റെ ഡിസൈൻ പിന്നെ മാറൊന്നുമില്ല, അത് ഫൈനലാണ്. പക്ഷെ അത് അതുപോലെ മെയിൻ ഇരിക്കും, അതുപോലെ തന്നെ റീവർക്ക് ഇല്ല സ്റ്റീലിന്. നമ്മൾ മെറ്റീരിയൽ ഇപ്പൊ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 202 എന്ന് പറയുന്ന ഒരു SS സ്റ്റെൻസിൽ മെറ്റീരിയലും 304 സ്റ്റെൻസിൽ, അത് രണ്ടുമാണ് ഇപ്പോൾ ഇവിടെ പൊതുവെ വർക്ക് ചെയ്യുന്നത്. 316 എന്നൊക്കെ പറഞ്ഞ അടുത്ത ഗ്രേഡുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഔട്ട്സൈഡ് ഏരിയക്ക് ഏറ്റവും കൂടുതൽ 304 ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസൈഡ് ഏരിയയിൽ ഒരു ചെറിയ സ്റ്റെയർ കേസുകളൊക്കെ വെച്ചാൽ 202 ആണ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കല്. 202 ആണ് ചെയ്യാറ്. നല്ല നമ്മളടുത്ത് ഒരുപാട് സ്റ്റീലിന്റെ മോഡലുകളുണ്ട്, വർക്കുകൾ ചെയ്തതിന്റെ മുമ്പുള്ള മോഡലുകൾ, നമ്മൾ ചെയ്തതിന്റെ വെറൈറ്റി മോഡലുകളുണ്ട്. ആ മോഡലുകൾ പാർട്ടിക്ക് കാണിച്ചു കൊടുക്കും, അവരതിലൊന്ന് ചൂസ് ചെയ്യും. അപ്പൊ അവർക്ക് ഏതാണോ വേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കും, എങ്ങനെ ചെയ്ത് നന്നാവുമെന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് അത്. അങ്ങനെ അവര് തീരുമാനിക്കുന്ന ഡിസൈൻ എന്തോ അത് നമ്മൾ ചെയ്തു കൊടുക്കും. എന്നും എനിക്ക് പറയാനുള്ളത്, ഒരു ചെറുകിടക്കാരന്റെ വീട്ടിലൊരു സാധാരണ സ്റ്റീൽ വർക്ക് ഒരു ഹാൻഡ് റെയിൽ ചെയ്യുന്ന ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റീലായിരിക്കും ബെറ്റർ, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. കാരണം MS വെക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. GA ഒക്കെ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റെയർ കേസ്, ഞാനും ചെയ്യുന്നുണ്ട്, നമ്മുടെ ടീമുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്കൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്റ്റീലാണ്. നമ്മൾ ചില ക്ലയന്റുകളുടെ അടുത്തൊക്കെ അവര് വർക്ക് ഓക്കെ ചെയ്തോളാൻ പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ എല്ലാവരും വേണ്ട മെറ്റീരിയലുകൾ എടുക്കുമ്പോൾ സാധനങ്ങളായിട്ട് നമ്മൾ സൈറ്റിലേക്ക് പോയി അവിടെ ചെയ്ത് കൊടുക്കുന്നതന്നെ. അത് കഴിഞ്ഞ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ, അതായത് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അങ്ങനെ കേട്ടോ, തന്നാന്ന് എല്ലാരും അങ്ങനെയല്ലല്ലോ. അപ്പൊ ജെന്യുവൻ ആയിട്ടുള്ള പരിപാടി ഒരു അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ, റണ്ണിങ് ഫീറ്റ് ഉണ്ട്, റണ്ണിങ് മീറ്റർ ഉണ്ട്, അങ്ങനത്തെ പല ഇതുണ്ട്, മാനദണ്ഡമുണ്ട്. നമ്മൾ പൊതുവെ ചെയ്യുന്ന റണ്ണിങ് ഫീറ്റ്, റണ്ണിങ് മീറ്റർ ഒക്കെ തന്നെ ചെയ്യാറുള്ളത്. സിമ്പിൾ ആയിരിക്കും. സ്റ്റെയർ കേസുകൾ ഒരുപാട് വൾഗറായിട്ടുള്ളൊരു ഒരുപാട് വളവും തിരിവും എന്നുള്ള ഡിസൈനെക്കാട്ടിലും ബെറ്റർ സിമ്പിൾ ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. കാണാൻ ഭംഗി അതാണ് ഏറ്റവും കൂടുതൽ. എല്ലാ ഗ്ലാസ് ഹാൻഡ് റെയിലും ചെയ്യാറുണ്ട്, ഇപ്പം ഗ്ലാസ് വെച്ചുള്ള ചെയ്യാറുണ്ട്, പിന്നെ നോർമൽ ഗ്ലാസ് വെച്ച് ചെയ്യാറുണ്ട്, പിന്നെ കർവ്ഡ് ഗ്ലാസുകൾ ചെയ്യാറുണ്ട്, ബെഞ്ച് സ്റ്റെയറുകൾ, അതൊക്കെ നമ്മൾ ചെയ്യും. ഒരു 90% വരാറില്ല. 10% വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും അത് അറ്റൻഡ് ചെയ്യും. ചിലപ്പോ ഇന്ന് പറഞ്ഞാൽ ഉടനെ സാധിച്ചോളണമെന്നില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ ചെന്ന് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കും. അതിനെപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, നമുക്ക് ഈ വർക്ക് അറിയാം, കൂടുതലറിയാം, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ അതിനുള്ള സാമഗ്രികൾ അറേഞ്ച് ചെയ്യാന്നുള്ളൊരു അതുണ്ടായുള്ളൂ. പിന്നെ ഈ ഇവിടെ വളരെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കില്ലേ, എല്ലാവർക്കും എന്തായാലും ഒരു ഹാൻഡ് റെയിൽ വേണം, ചാരുപടി വേണം. അപ്പൊ അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അവർ തിരഞ്ഞെടുക്കും. നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഞാൻ എന്റെ എക്സ്പീരിയൻസും കൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അത് ഏത് മോഡൽ, ഏത് തരം. എന്റെ കൂടെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എന്റെ കൂടെ പഠിച്ച് പണിയെടുത്ത് ഇറങ്ങിയ ആൾക്കാർ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നമ്മളിപ്പോ ഒരു തൊഴിൽ വരണം, നമുക്ക് നല്ല സ്പെഷ്യൽ വർക്കാണ്, സ്പീഡായിട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ വേറെ ടീമിൽ പറ്റിയില്ല.
നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ചെയ്തു. അതുമായി തന്നെ തമിഴ്നാട്ടില് കോയമ്പത്തൂർ, പൊള്ളാച്ചി, ശിവകാശി, ചെന്നൈ, അതുമാതിരി കർണാടക, മംഗലാപുരം, ഉടുപ്പി, പുറത്ത് എല്ലാവർക്കും നമ്മൾ ചെയ്യണം. നമുക്ക് എൻക്വയറികൾ വന്നാൽ നമ്മളത് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് അവർക്ക് വേണ്ട മോഡലിൽ നമ്മൾ പറ്റുന്നുള്ള ഉദ്ദേശം കൊണ്ടാണല്ലോ അവർ നമ്മളെ അന്വേഷിക്കുന്നത്. അതിന് വേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് നല്ല ചർച്ച ചെയ്ത് എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ എല്ലായിടത്തും ചെയ്യലുണ്ട്. ഇപ്പോഴും തന്നെ അത് ആ വർക്കിന്റെ ഇതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോ സ്പീഡായിട്ട് ചെയ്യും നമ്മള്, പക്ഷെ കർവ്ഡ് ഗ്ലാസ് ആണെച്ചാൽ ബെൻഡ് സ്റ്റെയർ കേസുകളാണ് വെച്ചാൽ നമുക്ക് ചെറിയൊരു ടൈം വേണം. അത് അതിൽ ടെംപ്ലേറ്റ് എടുത്ത് വന്ന് അതായി കിട്ടാനുള്ള സമയം എടുക്കും. പിന്നെ ഒരു കാർപ്പൻറ്റർ അത് ഫിറ്റ് ചെയ്യാനൊരു ചെറിയ സമയം എടുക്കും. പിന്നെ അതിന്റെ മേലെ കാർപ്പൻറ്റർ വർക്ക് ചെറുതായിട്ട് വരും. അപ്പൊ അതിനുള്ള ടൈമായിട്ട് നോർമലി ഒരു 3 ആഴ്ചയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അതാ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഈ ഫിറ്റിങ്സുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പൊ കിട്ടും, മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഇതൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഫസ്റ്റ് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയായിരുന്നു. അതിനിപ്പോ ഒരു സ്പൈഗോട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് ഉണ്ടാക്കിയായിരുന്നു ഫസ്റ്റ്. ഇന്നത് റെഡിമെയ്ഡ് കിട്ടും. അപ്പോൾ അതിന് കുറച്ച് ചെലവും കുറവാണ്. മറ്റേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. കസ്റ്റമൈസ് ചെയ്യാം. എന്തോ അവിടുത്തെ ചിലപ്പോൾ ചെരുവുകൾ, സ്റ്റെയർ കേസിന്റെ അളവുകൾ മാറാം. അപ്പൊ അതിന്റെ ചെരുവിനനുസരിച്ച് ഹൈറ്റ് എല്ലാം ഒരേമാതിരി തന്നെ, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള അകലങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും. ഇപ്പൊ എല്ലാം നല്ല റെഡിമെയ്ഡ് ആയിട്ട് വരുന്നു. അപ്പൊ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. തീർച്ചയായും നല്ലൊരു തൊഴില്, അതായത് തൊഴിൽ കൊടുക്കാനും പറ്റും, തൊഴിൽ എടുക്കാനും പറ്റും. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിട്ടുള്ളൊരു വർക്കാണിത്. അതാണ് ഈ തൊഴിലിന്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് ആരുമില്ല, നമുക്ക് തന്നെ ചെയ്യാം. പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം, അതിനും പറ്റും. അതിന് നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് മനസ്സിലായാൽ മതി. റേറ്റ് കമ്മിയാക്കി കൊടുത്തിട്ട് ഈ ഫീൽഡിന് ഇല്ലാണ്ടാക്കാൻ പാടില്ല. റേറ്റ് കമ്മിയാക്കി കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങാം മെറ്റീരിയൽ, നമ്മൾ ചിലപ്പോൾ കടം കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. അത് വാങ്ങിട്ട് വരിക, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുക. അതായത് വെറും കൂലി പൈസക്ക് ചെയ്തു കൊടുക്കുക. ആ ഒരു ദിവസത്തെ 2 ദിവസത്തെ ഒരു കൂലി മാത്രം നോക്കിയിട്ട് ചെറിയൊരു മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടെ എക്സ്ട്രാ വാങ്ങണം. അപ്പൊ തന്നെ ഒരു ബിസിനസ് കൊണ്ടെടുക്കും. അല്ലാണ്ട് ഒറ്റ അടിക്ക് ഇതിൽ പോയിട്ട് നമ്മളൊരു വർക്ക് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ള ബിസിനസ് അല്ല. മാന്യമായിട്ടുള്ളൊരു പ്രതിഫലം ഇതിന് വാങ്ങണം. മാന്യമായിട്ട് ഇപ്പൊ ഓൾറെഡി നമ്മള് കേരളത്തിനകത്തും പുറത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പാട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ കണ്ണെത്തുന്നതും അല്ലെങ്കിൽ നമുക്ക് എത്തുന്ന തരത്തിലുള്ള വർക്കുകൾ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും നല്ല വർക്കുകൾ വളരെ കൃത്യതയോടുകൂടി ചെയ്തു കൊടുക്കുക. ഒരു മാസം നമുക്ക് ഇത്ര വർക്ക് ചെയ്യാം, ഇത്ര ഏരിയ ചെയ്യാൻ പറ്റും, ഇന്ന സംഭവം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കുകൾ എടുക്കും. നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ ടൈം കിട്ടണോ, അത് ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനനുസരിച്ച് ടൈം വാങ്ങി ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്തു കൊടുക്കും. ഫാമിലിയിലെ വൈഫാണ് ഇതിന്റെ മാനേജർ, അക്കൗണ്ടിങ്, എല്ലാ സംഭവം വൈഫിന്റെ കസ്റ്റഡിയിലാണ്. നമ്മളിത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി. ഒരാള് സ്കൂൾ പഠിക്കുന്ന 6ാം ക്ലാസ്. ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേയില് മണ്ണാർക്കാടിന്റെ പെരിന്തൽമണ്ണയുടെ ഇടയിൽ കരിങ്കലത്താണി എന്ന് പറഞ്ഞ സ്ഥലത്തുന്നതിന് മുമ്പ് 53ാം വളവ് എന്ന് പറഞ്ഞൊരു വളവും അതിന്റെ ഇടയിൽ മണലമ്പുറം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതിനടുത്ത് റോഡ് സൈഡിൽ തന്നെയാണ്, ഹൈവേയുടെ പക്കത്ത്. സ്റ്റെൻഡിങ് മെറ്റീരിയൽസ്